الحمد لله. الحمد لله حمدا كثيرا طيبا مباركا على نعمه الكبرى. سبحانه أنزل على نبيه سبحان الذي أسرى وعرج به إلى السماوات العلى فرأى من آيات ربه الكبرى. ونشهد أن لا إله إلا الله العلي الأعلى، ونشهد أن سيدنا محمدا رسول الله ونبيه الأزكى صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد فأوصيكم عباد الله نفسي وإياكم بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനും കരുണാനിധിയുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി, എല്ലാ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി, അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. വീണ്ടും ഒരു ജുമാ ദിവസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളും എല്ലാ ഖൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകളും പിഴവുകളും അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ധാരാളം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഇനിയും ഒരുപാട് പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച് ബോധ്യപ്പെടുവാനുള്ള അതിൻ്റെ കാതലായ വിഷയം വിശ്വാസമാണ്. ഈമാൻ എന്ന അറബി വാക്കിന് നമ്മൾ വെറും വിശ്വാസം എന്നല്ല മലയാളത്തിൽ പറയേണ്ടത്, സത്യവിശ്വാസമാണ്. സത്യത്തിൽ വിശ്വസിക്കുക എന്നതാണ്. അഥവാ ഒരുപാട് സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് മനുഷ്യർ. ഭൗതിക ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും നേരിട്ട് ബോധ്യമല്ലാത്ത പല സംഗതികളെയും ചില നിഗമനങ്ങളിൽ സങ്കല്പങ്ങളിലെത്തുന്നു. അതിലപ്പുറം ആത്മീയമായ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാനുഷികമല്ലാത്ത മറ്റൊരുപാട് വിഷയങ്ങളെക്കുറിച്ച്, ഒരു സൃഷ്ടാവിനെക്കുറിച്ചൊക്കെ ഉള്ള പല ധാരണകളും ഊഹങ്ങളും സങ്കല്പങ്ങളും വെച്ചു പുലർത്തുന്നവരുണ്ട്. ഇസ്ലാമിൽ സങ്കല്പങ്ങളില്ല, അത് വിശ്വാസമാണ്. ഉറച്ച വിശ്വാസമാണ്, ദൃഢമായ വിശ്വാസം. ഈ വിശ്വാസത്തെ പരിശോധിക്കാൻ, പരീക്ഷിക്കാൻ പല രീതിയിലുള്ള അവസരങ്ങൾ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവഭേദ്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, അത്യപൂർവമായ അമാനുഷികമായ അത്ഭുതമായ സംഭവങ്ങൾ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മുഅ്ജിസത്ത് എന്ന് ചുരുക്കം അറബി ഭാഷയിൽ അതിനെ വിളിച്ചു പോരുന്നുണ്ട്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ അത്യസാധാരണമായ ഒരു മഹാസംഭവം ഇസ്രാ മിഅ്റാജ്, പാതിരാ യാത്രയും ആകാശാവരോഹണവും. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ ആ പേരിലുണ്ട്. 17ാമത്തെ സൂറത്തുൽ ഇസ്രാ. ആ സൂറത്തിൻ്റെ തുടക്കം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്രാ മുഴുവൻ ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുകയല്ല. മറ്റൊരു ഗ്രന്ഥങ്ങളിലും കാണാത്തതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ അതിൻ്റെ ഒരു സവിശേഷമായ, അത് അസാധാരണമായ ഒരു ഗ്രന്ഥമാണ് എന്നതിൻ്റെ ഒരു തെളിവാണ്. പല വിഷയങ്ങളും മാറി മാറി സമ്മിശ്രമായി അത് ചർച്ച ചെയ്യുന്നു, പറഞ്ഞു തരുന്നു. മറ്റ് സാധാരണ രചനകളിൽ കാണിക്കാത്ത രീതിയിലുള്ള രീതികൾ, ശൈലികൾ ഒക്കെ വിഷയങ്ങളുടെ അവതരണത്തിൽ കാണാം. സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ ആ മഹാസംഭവത്തെക്കുറിച്ചുള്ള വചനമാണ്.
പിന്നീട് സൂറത്തു നജ്മിന്റെ ആദ്യ ഭാഗങ്ങളിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഹിജ്റയ്ക്ക് മുമ്പ് മക്ക ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് പീഡനങ്ങൾ, പ്രയാസങ്ങൾ, കുടുംബത്തിലുള്ളവർ, നാട്ടിലുള്ളവർ, വേണ്ടപ്പെട്ടവർ, സ്വീകരിക്കേണ്ടവർ, ഏറ്റെടുക്കേണ്ടവർ എല്ലാം കൈയൊഴിച്ച, ഭൂമി ലോകത്ത് ആരുമില്ല എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രിയദാസനെ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായി ആദരിച്ചിട്ടുള്ള, അനുഗ്രഹിച്ചിട്ടുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്, ക്ഷണിക്കുകയാണ്, സൽക്കരിക്കുകയാണ്. ഭൂമി ലോകത്ത് ആളില്ലെങ്കിൽ താങ്കളെ സ്വീകരിക്കാൻ ഉന്നതങ്ങളിൽ ആദരണീയരായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുണ്ട്. അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര, അവിടെ നിന്ന് ആകാശ ലോകത്തേക്കുള്ള ആകാശാരോഹണം, മിഅ്റാജ്, ഇതെല്ലാം സംഭവിച്ച് കുറഞ്ഞ സമയം കൊണ്ട് തിരിച്ചു വരുന്നു. നേരം പുലർന്ന് ഉണരുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അസാധാരണമായ അനുഭവം, അതിൻ്റെ പൊരുളെന്താണ്, അതെങ്ങനെ സാധിച്ചു, അതിൻ്റെ ശാസ്ത്രീയമോ സാങ്കേതികമായ വശങ്ങളൊന്നും അറിയാത്ത പ്രവാചകർ ആശ്ചര്യപ്പെടുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കുദറത്ത്, അള്ളാഹുവിൻ്റെ തീരുമാനം, അവൻ്റെ നടപടി എന്നതിൽ ഉറച്ചു വിശ്വസിക്കുകയും ആളുകൾ ഞാൻ പറഞ്ഞതൊന്നും സമ്മതിക്കാതെ എന്നെ എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അവരോട് എങ്ങനെ ഇത് പറയും എന്ന് തോന്നിയെങ്കിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അനുഭവ യാഥാർത്ഥ്യം ജനങ്ങളോട് പറയണ്ടായി. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ എല്ലാം പരീക്ഷണത്തിൻ്റെ ഓരോരോ വ്യത്യസ്ത ഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. ഈ രാത്രി ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, അതിലെ അനുഭവങ്ങൾ ഓരോന്നും എണ്ണി പറയുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ആരൊക്കെ സമ്മതിക്കും, വിശ്വസിക്കും? ആരൊക്കെ പ്രതിഷേധങ്ങളും എതിർപ്പുകളും പ്രകടിപ്പിക്കും? ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം പറഞ്ഞു. ആളുകൾക്ക്, എതിർപ്പിൻ്റെ ശത്രുക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധമായി അവരത് കൊണ്ടാടി. മുഹമ്മദ് എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്ന കൂട്ടുകാരനുണ്ടല്ലോ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് അവർ ഓടിപ്പോയി. താങ്കളുടെ ആളിതാ ഇങ്ങനെ പറയും. ഇന്നലെ രാത്രി ഇവിടുന്ന് മക്കത്തുനിന്ന് പലസ്തീനിലേക്ക് പോയി, മസ്ജിദുൽ അഖ്സയിൽ പോയി, അവിടുന്ന് ആകാശത്തേക്ക് പോയി, സ്വർഗവും നരകവും കണ്ടു, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് അതിർപ്പങ്ങൾ. മുഹമ്മദ് പറയാണ്, എന്താ താങ്കളുടെ അഭിപ്രായം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ പ്രതികരണം ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അവിടുന്ന് ചോദിച്ചു, അവക്കാലതാലിക്ക, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ അങ്ങനെ പറഞ്ഞത്? അവർ പറഞ്ഞു, ആ, അവനതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒട്ടും ശങ്കിച്ചു നിൽക്കാതെ, സംശയിക്കാതെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഇൻ കാന ഖാല ദാലിക ലഖദ് സദഖതു, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും സത്യമാണ്. ഇന്നി ലഉസദ്ദിഖു ഫീമാ ഹുവ അബഅദു മിൻ ദാലിക്, അതിനേക്കാൾ വിദൂരമായ വിശേഷങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഞാൻ അതിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഉസദ്ദിഖുഹു ബിഖബരി സമാഇ യതിഹി ഫീ ഗദ്വത്തിൻ ഔ റഹ്വത്തിൻ, വൈകുന്നേരവും രാത്രിയും പല സമയങ്ങളിലും, രാവിലെയും രാത്രിയും ഒക്കെ ആകാശത്തു നിന്നുള്ള വൃത്താന്തങ്ങൾ, അള്ളാഹുവിൻ്റെ സന്ദേശം അദ്ദേഹം പറഞ്ഞു തരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിനേക്കാൾ വലിയ കാര്യമല്ല പലസ്തീനിലേക്ക് പോയതും ആകാശയാത്രയും എന്ന് ഒറ്റവാക്കിൽ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പ്രതികരിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് അദ്ദേഹം സിദ്ദീഖുൽ അക്ബർ എന്ന പേര് നേടിയിട്ടുള്ളത്. വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ്. ഖുർആനിൽ ഒരു മാറ്റവുമില്ലാതെ ആ വചനങ്ങൾ ബാക്കി നിൽക്കുന്നു. എപ്പോഴും വായിച്ചു നോക്കാം, അതിൻ്റെ വിവരണങ്ങൾ മനസ്സിലാക്കാം, അത് ആവർത്തിക്കുകയല്ല. എന്തുണ്ട് ഇതിൽ പാഠം മനസ്സിലാക്കാം? സ്വാഭാവികമായും റജബ് മാസത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കടന്നു വരുന്നു. ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് റജബ് മാസത്തിൽ ആണ് എന്ന് ഖണ്ഡിതമായ ഒരു അഭിപ്രായവുമില്ല. റബീഉൽ അവ്വൽ ആണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഹിജ്റയ്ക്ക് മുമ്പുള്ള
അവസാന ഘട്ടങ്ങളിലാണ് എന്നും അത് ഏത് ദിവസമാണ് ഏത് മാസമാണ് എന്നൊന്നും കൃത്യമായി സൂചിപ്പിച്ചിട്ടില്ല. ഇനി ആണെങ്കിൽ തന്നെ അത്തരം സമയവും ദിവസവും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആ സംഭവം അത് പറയുകയും അതിലെ ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞു കൊടുക്കുകയും അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്ത സഹാബത്തും സലഫു സാലികളും ഒന്നും അതിൻ്റെ പേരിൽ ഒരു ആചാരവും കൊണ്ടാടിയിട്ടില്ല. അതിൻ്റെ പേരിൽ പ്രത്യേക നോമ്പില്ല, പ്രത്യേക നമസ്കാരമില്ല, പ്രത്യേക ആചാരങ്ങൾ യാതൊന്നുമില്ല. പിന്നെയോ വിശ്വാസത്തെ രൂഢമൂലമാക്കുന്ന, ഈമാനിനെ ഉറപ്പിക്കാനുള്ള അചഞ്ചലമായ ഈമാൻ, ആ ഈമാനിനെ ഉറപ്പിക്കാനുള്ള പരീക്ഷണങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഇസ്രാ മിഅ്റാജ് എന്നുള്ളത്. അന്നേ വരെ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, തമാശയ്ക്ക് പോലും ഒരു പൊളിവാക്ക് പറഞ്ഞിട്ടില്ലാത്ത, മക്കയിൽ ഖുറൈശികളുടെ കൂട്ടത്തിൽ അറബികളിൽ അവരിൽ ജനിക്കുകയും അവരെ കൂടെ വളരുകയും അവരുടെ കൂടെ ജീവിക്കുകയും ചെയ്തിട്ടുള്ള 40 വർഷക്കാലം സത്യസന്ധനായി എല്ലാവരും സർവസമ്മതമായി അംഗീകരിച്ചിട്ടുള്ള വിശ്വസ്തൻ എന്ന അൽ അമീൻ എന്ന ലോകത്തൊരു മനുഷ്യന്, ചെറുപ്പക്കാരനെ നാട്ടുകാർ മുഴുവൻ പേരിട്ടിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ വേറെ ആരുമില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് കള്ളമാക്കുന്നത്? എങ്ങനെയാണ് വസ്തുതാപരമായും യുക്തിചിന്തയോടുകൂടി കാര്യങ്ങളെ തൻ്റെ ബുദ്ധിക്ക് ബോധ്യമാകുന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് എന്തുമാത്രം ബാലിശമാണ്? ഏത് യുക്തിവാദത്തിൻ്റെയോ നിരീശ്വരവാദത്തിൻ്റെയോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയോ എന്തിൻ്റെ പേരിലാണെങ്കിലും എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ജലദോഷം പിടിച്ചാൽ ഒരു മരുന്ന് പീടിയെ പോയി മരുന്ന് വാങ്ങിക്കഴിക്കാൻ യുക്തിചിന്ത നടത്താറുണ്ടോ? മരുന്ന് വാങ്ങി വേഗം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഇതെന്താണ് മരുന്ന്? ആലോചിച്ചിട്ടുണ്ടോ? ഡോക്ടർ തന്നെ എഴുതി തന്ന ഒരു മരുന്നാണെങ്കിൽ ഇതിൻ്റെ കെമിക്കൽ അനലൈസ് എന്താണ്? ഇതെങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് രോഗം മാറ്റുന്നത്? ഇതെല്ലാം പഠിച്ചിട്ടാണോ ഈ മരുന്ന് കഴിക്കുന്നതും രോഗം മാറ്റുന്നതുമൊക്കെ? സർവ്വസാധാരണമായ നിത്യജീവിതത്തിലെ അനുഭവങ്ങളിൽ പോലും യുക്തിചിന്തയില്ലാതെ ഒരുപാട് അനുകരണത്തിൻ്റെ, ഒരുപാട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിൻ്റെ നിലപാട് സ്വീകരിക്കുന്നവരാണ് മനുഷ്യർ, അല്ലാതെ നിർവാഹമില്ല. എന്നാൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്റെ ചെറിയ ബുദ്ധി കൊണ്ടും നിന്റെ പരീക്ഷണങ്ങൾ കൊണ്ടും അളന്നു മനസ്സിലാക്കാൻ പറ്റാത്ത വസ്തുതകൾ സത്യം മാത്രം പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ തിരുദൂതന്മാർ, പ്രവാചകർ പറഞ്ഞു തരുമ്പോൾ നിഷേധിക്കാൻ യാതൊരു ന്യായമില്ലാത്ത നീ അത് സമ്മതിക്കുകയും നന്മ മാത്രം പഠിപ്പിക്കുന്ന അത്തരം സന്ദേശങ്ങളെ ഉൾക്കൊള്ളുകയും ഒരു മാതൃകയുള്ള മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അള്ളാഹിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമാ യൻതിഖു അൻ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയാണ് സൂറത്ത് നജ്മിന്റെ തുടക്കത്തിൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നജ്മി ഇദാ ഹവാ. നക്ഷത്രങ്ങൾ വേറെ തെളിവൊന്നും വേണ്ടല്ലോ, കണ്ണു തുറന്ന ആകാശത്തേക്ക് നോക്കിയാൽ രാത്രിയിൽ തിളങ്ങുന്ന മിന്നുന്ന നക്ഷത്രങ്ങളെ കാണാം, അത് അസ്തമിച്ചു പോവുകയും ചെയ്യും. എന്നാൽ പ്രവാചകത്വവും അള്ളാഹുവിന്റെ സത്യസന്ദേശവും അസ്തമയമില്ലാതെ എന്നും നിലനിൽക്കുന്ന സന്ദേശമാണ്. മാ ദല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങൾ കളിയാക്കുന്ന, നിഷേധിക്കുന്ന, പരിഹസിക്കുന്ന ഈ സഹോദരൻ അള്ളാഹുവിന്റെ പ്രവാചകർ തെറ്റിപ്പോയിട്ടില്ല, വഴികേടിലായിട്ടില്ല, ധിക്കാരിയായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. സ്വന്തം അഭിപ്രായ പ്രകാരം യാതൊന്നും പറയാത്തവനാണ്. അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ദിവ്യ സന്ദേശത്തിന്റെ പേരിൽ മാത്രം കാര്യങ്ങൾ പറയുകയും അത് ജീവിതത്തിൽ മാതൃകയായി കർമ്മതലത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന മാതൃകാ വ്യക്തിത്വമാണ് പ്രവാചകർ. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഇങ്ങനെ വിശ്വാസത്തെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്താൻ അതിനുവേണ്ടി ഉറത്തിക്കൊണ്ടിരിക്കുന്ന, അതിൽ മനുഷ്യരെ പരീക്ഷിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇസ്രാ മിഅ്റാജ് പോലെയുള്ള ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി മാ ഖറജ മിന്നി ഇല്ലാ ഹഖ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, എൻ്റെ സൃഷ്ടാവായ നാഥൻ തന്നെയാണ് സത്യം, ഒരിക്കലും മാ ഖറജ മിന്നി ഇല്ലാ ഹഖ്, എന്നിൽ നിന്നും വാക്കോ പ്രവൃത്തിയോ ആയി യാഥാർത്ഥ്യമല്ലാതെ, സത്യസന്ധമായ വസ്തുതാപരമായ കാര്യങ്ങളല്ലാതെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത യാതൊന്നും എന്നിൽ നിന്നും നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ അറിയാനോ സാധ്യമല്ല. അങ്ങനെയുള്ള പ്രവാചകർ
സത്യം പറയാൻ വേണ്ടി പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇന്ന സിദ്ഖ തുമഇനീന, സത്യമുണ്ടല്ലോ, സത്യം പറയുക, സത്യസന്ധനായി നിലകൊള്ളുക, സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുക, അത് സമാധാനമാണ്, അത് സ്വസ്ഥതയാണ്. മനസ്സാക്ഷിക്കുത്തില്ലാതെ നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. കളവ് പറയുകയും സത്യസന്ധമായ കാര്യങ്ങളെ നിഷേധിക്കുകയും മാറ്റിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന നിലപാട് നിങ്ങൾക്ക് മനസ്സാക്ഷിക്കുത്തുണ്ടാക്കും, നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യത്തിൽ വിശ്വസിച്ചവരെ, സൂറത്ത് തൗബയിലെ വചനം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അറിയുക, പാലിക്കുക. എങ്ങനെയാണ് അതിന് സാധിക്കുക? വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുക, സത്യസന്ധരോടൊപ്പം നിൽക്കുക. എന്തെല്ലാം ലാഭനഷ്ടങ്ങൾ ഭൗതിക ജീവിതത്തിൽ തൽക്കാലത്തേക്ക് നിങ്ങൾ കണക്ക് കൂട്ടിയാലും കിട്ടിയാലും ഇല്ലെങ്കിലും സത്യത്തിൽ ഉറച്ചു നിൽക്കുക. ഇതാണ് സത്യവിശ്വാസിയുടെ നിലപാട്. ഈമാൻ എന്നാൽ കേവല വിശ്വാസമോ സങ്കല്പമല്ല, സത്യവിശ്വാസമാണ്. ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അള്ളാഹുവിന്റെ മുത്തഖിയായ അടിമ. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ യഥാർത്ഥമായ ദൈവികമായ സൃഷ്ടാവായ നാഥൻ മാർഗദർശനമായി ഒന്നുമറിയാത്ത മനുഷ്യർക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം, അത് ജീവിതത്തിൽ മാതൃകയായി കാണിച്ചു തന്നിട്ടുള്ള പ്രവാചകരുടെ ചര്യ, അത് ഉൾക്കൊണ്ട് പാലിച്ച് ജീവിക്കുവാൻ, അങ്ങനെ നല്ല മനുഷ്യരായി തീരുവാൻ, വിജയം വരിക്കുവാൻ റഹ്മാനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും ഈമാനും ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി തഖ്വയുള്ള ജീവിതത്തിൽ ധർമ്മനിഷ്ഠയുള്ള സത്യസന്ധതയുള്ളവരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സത്യവിശ്വാസികൾ, കൂടെയുള്ള അനുചരന്മാർ, സ്വഹാബികൾ, അവരൊക്കെ അറിവും കഴിവും ചിന്തയും സ്വതന്ത്ര ബുദ്ധിയും ഒക്കെ ഉള്ളവരായിരുന്നു. എങ്ങനെ ആ പ്രവാചകരുടെ ചര്യയെ അവർ ഇത്ര കൃത്യമായും പൂർണ്ണമായും മത്സരബുദ്ധിയോടുകൂടി സ്വീകരിക്കുകയും പിന്തുടരുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു? അത് ഈമാനിൻ്റെ കരുത്താണ്, മറ്റ് യാതൊരു സ്വാധീനവുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുമ്പോൾ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, അള്ളാഹുവിന്റെ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴെല്ലാം ഹുവസ്സാദിഖുൽ മസ്ദൂഖ്, ആരാണ് പ്രവാചകർ? സത്യം മാത്രം പറയുന്ന അള്ളാഹുവിന്റെ ദൂതർ. ഉൽ മസ്ദൂഖ്, അദ്ദേഹത്തെ എല്ലാവരും സത്യപ്പെടുത്തിയിരിക്കുന്നു, നാട് മുഴുവൻ അദ്ദേഹം സത്യസന്ധനാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെയുള്ള ആ വ്യക്തിത്വത്തിന്റെ ഉടമ ഇതാ പറഞ്ഞിരിക്കുന്നു എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ അറിഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇസ്രാ മിഅ്റാജിന്റെ അനുഭവത്തിൽ ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാനും ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് ഈ രാത്രിയിലെ യാത്രയും ആകാശാരോഹണവും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് സ്വർഗനരകത്തിലെ അനുഭവങ്ങൾ പലതും അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ നരകത്തിലെ ശിക്ഷകൾ പലതും കാണാനിടയായി. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ രണ്ടു ഭാഗത്തേക്കും പിന്നിലേക്കും വലിച്ചു കെട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണും മുഖവുമെല്ലാം വളരെ വിചിത്രവും വളരെ ദയനീയവുമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന അഥവാ ശിക്ഷ അനുഭവിക്കുന്ന ഒരവസ്ഥ. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ, ഈ വായ കൊണ്ടാണ്, ഈ നാവ് കൊണ്ടാണ് ഈ മനുഷ്യൻ കളവ് പറഞ്ഞുണ്ടാക്കിയത്. ഈ കണ്ണുകൾ കൊണ്ട് പച്ചവെള്ളം പോലെ, പകൽ വെളിച്ചം പോലെ ബോധ്യമായ സത്യം, പക്ഷേ അദ്ദേഹം അത് കള്ളമാക്കി പറഞ്ഞു. കളവ് പറഞ്ഞവന്റെ ശിക്ഷയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട അനുഭവം വിവരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഒരു മനുഷ്യൻ ഇന്നഹു റജുൽ യഉദു മിൻ ബൈതിഹി ഫയുകദിബ് ഫയക്ദിബുൽ കദിബത തബ്ലുൽ ആഫാ, വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടും, അള്ളാഹു നൽകിയ കണ്ണും കാതും കഴിവുമെല്ലാം അതുകൊണ്ട് പലതും കാണുകയും അറിയുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് വായ തുറന്നാൽ കള്ളം പറയും.
അത് ലോകത്ത് മുഴുവൻ വ്യാപിക്കും. ഇങ്ങനെ കളവുകൾ പ്രചരിപ്പിക്കുന്ന, പറയുന്ന സംസാരത്തിൽ സത്യസന്ധത പുലർത്താൻ പറ്റാത്ത, സൂക്ഷ്മത കാണിക്കാത്ത മനുഷ്യൻ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മുഴുവൻ അയാളുടെ കള്ളത്തരങ്ങൾ വ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരുപാട് പരിമിതികളുണ്ട്. കേട്ടവർ മറ്റുള്ളവരോട് പറയുന്നതാണ്. ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ വിരൽ തുമ്പിൽ ലോകത്ത് മുഴുവൻ എത്തിക്കാൻ, അറിയിക്കാൻ, കാണിക്കാൻ, ചതിക്കാൻ, വഞ്ചിക്കാൻ പറ്റിയ ഒരുപാട് വിദ്യകൾ വെറുതെ വിരലനക്കിയാൽ മതി. അതുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന രീതിയിൽ ഓരോരോ വാർത്തകൾ കിട്ടുമ്പോൾ അത് ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ഫോർവേഡ് ചെയ്യുകയുമല്ല. നിന്റെ കണ്ണും കാതും ചിന്തയും ബുദ്ധിയുമെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്തിനു വേണ്ടി നീ ഉപയോഗിച്ചു, എന്തിനു വേണ്ടി, എന്ത് നീ പറഞ്ഞു, എന്ത് നീ കണ്ടു, എന്ത് നീ എഴുതി, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് സത്യസന്ധതയുടെ ഭാഗത്ത് നിൽക്കുക എന്ന കടുത്ത പരീക്ഷണത്തിന്റെ നിലപാടാണ്. ആ പരീക്ഷയിൽ ജയിക്കാൻ നിനക്ക് സാധിക്കണം. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും എപ്പോഴും നീ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു അക്ബർ എന്ന വാക്യം, എനിക്ക് ഏറ്റവും വലുത് അല്ലാഹുവാണ്, എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും ഇഷ്ടവും അല്ലാഹുവിൻ്റെതാണ്. ദുനിയാവ് മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടാലും അതൊന്നുമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് നഷ്ടപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം. അക്ബറിന്റെ അർത്ഥം മനസ്സിലാക്കുക. ജന്മവും ജീവിതവും ജീവിതത്തിലെ എല്ലാ അവസരങ്ങളും നൽകിയിട്ടുള്ള റഹ്മാനായ തമ്പുരാൻ നന്ദി കാണിച്ചുകൊണ്ട് അവന് യാതൊന്നും കൊടുക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ നിലനിൽക്കാൻ സത്യസന്ധത ഉള്ളവരായി ജീവിക്കുക. നിങ്ങൾക്കും മറ്റുള്ളവർക്കുമെല്ലാം നന്മ പ്രദാനം ചെയ്യുക, തിന്മകൾ ഇല്ലാതെയാക്കുക. അതിന് ഇസ്ലാമിൻ്റെ, ഈമാനിൻ്റെ, സത്യസന്ധതയുടെ നിലപാടിൽ അടിയുറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار، وأتم اللهم العافية علينا وبارك لنا في أرزاقنا وأزواجنا وذرياتنا. اللهم وفق رئيس الدولة وقادة المؤسسين وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم أغثنا، اللهم أغثنا، اللهم أغثنا ولا تجعلنا من القانتين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.